എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന പുരാവസ്തുക്കളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് പറ, ചങ്ങഴി, നാഴി ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ കാണിച്ചിട്ടാണ്. പഴയ അളവ് പത്രങ്ങളായും പറ, ചങ്ങഴി, നാഴിയൊക്കെ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ എൻ്റെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വീഡിയോയും കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയും ചങ്ങഴി, നാഴിയൊക്കെ കൈകൊണ്ടും മെഷീൻ കൊണ്ടും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു കിട്ടിയിട്ടില്ല, അവരെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ എവിടെയാണെന്നുള്ള കാര്യം. ഇത് മെഷീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കാണാനും പരിചയപ്പെടാൻ പറ്റിയത്. അവർ തന്നെ അതുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് അവരെല്ലാം പറഞ്ഞുതരും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, അവരുടെ വാക്കുകളിൽ കൂടെ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. പറക്കി വെക്കാൻ തന്നെ അല്ല, ഇത് മാറി മാറി വരുമോ? ഒന്ന് ഉണക്കാൻ.
ഇല്ല ഒരു അളവാ. ഇനി ഇതിനകത്ത് മിനുക്ക് വരുമോ? മിനുക്ക് പേപ്പർ ഇട്ട് പിടിച്ച് പോളിഷ് ചെയ്ത് കളറിട്ട്. ഇത് ഇതിന്റെ തടിയല്ലേ? മഹാഗണിയുടെ. ഇത് പ്ലാവാണ്. ഇത് മഞ്ഞ നിറമുള്ള പ്ലാവിന്റെ, മറ്റേത് മഹാഗണി. സാധാരണ ഇത് പ്ലാവിനകത്തല്ലേ കൂടുതലും. അപ്പൊ അതിനകത്ത് ഈ ബലത്തിന് വ്യത്യാസം വല്ലതും വരുമോ? മഹാഗണി ഒന്നുമില്ല. ഇതെല്ലാം ഒറ്റ തടിക്ക് കിഴിച്ചെടുക്കുന്നില്ലേ? മറ്റേ ഈ കൈ കൊണ്ട് കുത്തുന്നത് ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ട്. അത് ഒരുപാട് വൃത്തിയില്ല. ഇത് ഫിനിഷിങ് കിട്ടും. ഞാൻ ചോദിച്ചാൽ ഇതിന്റെ സ്ട്രെങ്തിനോ ലോങ് ലൈഫിനോ ഒന്നും വ്യത്യാസമൊന്നും വരാനില്ലല്ലോ. ഒന്നുമില്ല, വൃത്തിയുണ്ട്. അന്നത്തെ കാലത്ത് കൈകൊണ്ടാ കൊത്താനുണ്ടായിരുന്നു. ഇപ്പൊ മെഷീനറി വന്നപ്പോ ഇതിപ്പം ഒരു ദിവസം എത്രണ്ണം വരെ ഉണ്ടാക്കും ഇത് മെഷീനിലാകുമ്പം? ഇത് 10-15 എണ്ണം 20 എണ്ണം വരെ വെക്കും ഒരു ദിവസം ഉണ്ടാക്കാം. ചങ്ങഴി പറയുകയാണെങ്കിൽ പറയാണെങ്കിൽ 2 എണ്ണം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു. ശരിയായിരുന്നു. പുറം കടയുണ്ടായിരുന്നു. പുറം കടയിൽ നിന്ന് ഈ മെഷീനിൽ തന്നെ പുറം കടയിൽ രീതിയിൽ വെക്കും. അതിനകത്ത് ഇത് ആ സെറ്റ് മാറ്റി ഇതേ വെച്ച് പുറം കടയിൽ നിന്ന് എല്ലാ മെഷീനെ തന്നെ കടഞ്ഞു. നമ്മള് തടി കൊണ്ടുവന്നാലും കടഞ്ഞു കൊടുക്കും. വായിക്കുന്ന ഉപകരണങ്ങള് ഗഞ്ചറ മുതൽ ബോട്ട് എല്ലാം ചെയ്തു. ഗഞ്ചറൊക്കെ അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ? ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് തോലൊക്കെ എന്താ വരുന്നത്? തോല ആട്ടുതോല്. അത് പ്രോസസ് ചെയ്ത് കിട്ടുമോ? അത് വാങ്ങിച്ചു യൂപിന്ന് വരുത്തണം. ഇത് വരുന്നത് മറ്റേത് കൊണ്ട് തരുമായിരുന്നു. ഉടുപ്പിന്റെ തോല് പണ്ടൊക്കെ ഉടുപ്പും തോല അത് കൊണ്ടുവരുന്ന തരുമായിരുന്നു അവര്. അല്ല അത് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി പുറത്ത്. അതിന്റെ അളവിനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാ. അതെ, നീളത്തിന് റൗണ്ട് ആക്കണം. ഇതുപോലെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന പറയുടെയും തോണിയുടെ ഒക്കെ അളവിന് എല്ലാ അളവിനും നീളം നോക്കും. എത്ര ഇഞ്ചാണ് ചുറ്റളവ് വരുന്നത്? 50 ഇഞ്ച് 50-55 ഇഞ്ച് വേണം. അപ്പൊ നമ്മള് ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് എത്ര കിട്ടും? എത്ര ആയിരിക്കും ഒരു പാറ? അതിപ്പോ തീർന്നു വരുന്നോടെ 34 ഇഞ്ച് ഉണ്ടോ? ഞാനത് കണ്ടില്ല. ഇത് രണ്ട് സൈഡിലും ഇത് വരും. അതോ ഒരു സൈഡിലും? മറ്റേ സൈഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് തരും. ഇപ്പുറത്ത് വേണ്ട ആവശ്യമില്ല. ഇത് ബാക്ക് സൈഡല്ലേ. അവിടെ നമുക്ക് എന്താ വേറെ എന്തെങ്കിലും രൂപ വേണമെങ്കിൽ ചെയ്തു തരും. ഇത് ഇത്രയും ചെയ്തതിന് എത്ര ചാർജ്? 12,000 രൂപ. ചങ്ങഴി ഇത് മാത്രമല്ല, ചങ്ങഴി നാരിയും കൂടെ. അത് ഇതിന്റെ അടുത്ത സെറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തുണ്ട്. അതിനകത്ത് കുത്തുപണിയൊന്നുമില്ല. ഇങ്ങനെ ചുറ്റും കെട്ട് മാത്രം. അത് ഒരുപ്പുണ്ടോ ഇവിടെ? ഇല്ല, അതില്ല. വീട്ടിൽ പോയിട്ട് ഇത് പറയും കെട്ടും ചങ്ങഴി നഴും കെട്ടും കെട്ടി വരുന്നതിന് 12,000 രൂപ. ഇതുപോലെ ഇത് പ്ലാവാ. മെഷീൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഇതിന്റെ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ആൾക്കാരെ തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ ഷെയർ ചെയ്യാം. ഇത് ഈ പറയും ചങ്ങഴിയുന്ന അടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് ഇവരോട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്ത് പറയൊക്കെ കെട്ടി പറയും ചങ്ങഴിയും നാഴിയും കൂടെ കെട്ടി റെഡിയാക്കി തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഡ്രോയിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമായിട്ട് ഒരു ഷോ പീസാക്കി ചെയ്തു തരും. അപ്പം അത് അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ആളിൻ്റെ പേരും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് വേണമെന്നവരെ അവരോട് ഓർഡർ ചെയ്യും. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഇത് കണ്ടപ്പം ഒരു തമാശ തോന്നിട്ട് ഞാൻ എടുത്തോണ്ടുന്ന വീഡിയോ ആണ്, പ്രൊമോഷനൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ അവർ പറയുന്ന ഡേറ്റിന് പറയുന്ന രീതിയിൽ ചെയ്തു തരും. അപ്പം അത് വേണമെന്നവർക്ക് അത് ഓർഡർ ചെയ്യാം. പിന്നെ നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ. പച്ചത്തരി ആണെങ്കിൽ അതേ ഉള്ളൂ. അപ്പൊ ഇത് വിടും. ഇത് ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് കെട്ടുവൊക്കെ ചെയ്യുന്നത്. നമ്മള് തടി ഉണങ്ങിയ ശേഷമാണ് അപ്പൊ ഇത് പറയൊക്കെ ഉണ്ടാക്കുന്നതും. ഉണ്ടാക്കി വെച്ചുണക്കിട്ട് നമ്മളിപ്പോ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാലും കുറെ കാലം എടുക്കും ഉള്ളു നമ്മള് ബോർ ചെയ്തിട്ട് ഇതിനകത്ത് പൊടിയൊക്കെ ഇപ്പൊ കഴിയുമ്പോൾ തലയുടെ മുക്കാൽ ഭാഗം
മാറുക, പച്ചക്ക് മാറുക. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടി അത്രയും അരയിഞ്ച് ഇതല്ലേ ഉള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട്. നല്ല ശരിക്കും ഉണക്കണ്ടേ ഒരു 2-4 ദിവസം ഉണക്കം മതി. പക്ഷെ അത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റത്തില്ല അല്ലേ? വെയിലത്ത് വെക്കുന്ന ഇതാണ് നല്ലത്. നമ്മൾ സാധാരണ ഉണ്ടെങ്കിൽ അകത്താൻ വെച്ചാൽ ഉണക്കുള്ളൂ. അത് തന്നെ. മറ്റേതാകുന്ന വീഴൊക്കെ ആകുമ്പോഴും ചെറിയ കനമല്ലേ, അരയിഞ്ച് കനമല്ലേ വരുന്നുള്ളൂ. ഉണങ്ങിയതിനെ കൊണ്ട് കൊടുത്ത് കെട്ടിച്ചെടുക്കും. അതെ, അത് ഉണക്കി വെയില് കാണിക്കാതെ വെയിൽ വെച്ചിരുന്ന് നമ്മള് പടനാട് അമ്പലത്തിൽ ഇരിപ്പുണ്ട്. ഇവിടുത്തെ പറയാം കൂടുതൽ അകത്താനെ വെച്ചിരുന്ന് ഉണക്കി എടുത്ത് കെട്ടിച്ചെടുക്കുക. പടനാട് വെയിറ്റ് ഉണ്ട് ഇല്ലേ? അവിടുത്തെ അവിടെ ഇരിക്കുന്ന അൻപൽപ്പറകളൊക്കെ എല്ലാം ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. അവിടുത്തെ നമ്മുടെ സാറിൽ ബാങ്കിൽ നേരത്തെ അതിന് വെയിറ്റ് ഉണ്ട് അതിന്. പുള്ളി എസ്ബിഐയിലിരിക്കുമ്പോ ഇത് ശരിക്കുള്ള ലൊക്കേഷൻ എവിടെയാണിത്? ചാവടിക്കാരൊക്കെ സ്ഥലം കാഞ്ഞിരോള ജംഗ്ഷൻ. എൻ്റെ പേരെന്തൊക്കെയാന്ന് പറഞ്ഞേ? അത് അച്ഛനാണ് അലിയാർ റാവുത്തർ. എന്റെ ദിലീപ്. ഇവിടെ ഈ ഇരിക്കുന്ന മെഷീൻ എന്താണുള്ള? ഈ മെഷീൻ എന്താണുള്ള? പോളിഷ് സ്മൂത്ത് ആക്കി പോളിഷിംഗ് അല്ല, നമ്മൾ കട്ടിക്കിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ലെവൽ ചെയ്തെടുക്കാം. അത് ശരി. ഈ തൊലിയൊക്കെ കളഞ്ഞ് ഇത് മെഷീൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഇതിന്റെ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ആൾക്കാരെ തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ ഷെയർ ചെയ്യാം. ഇത് ഈ പറയും ചങ്ങഴിയുന്ന അടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരോട് ഇവരോട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് പറയൊക്കെ കെട്ടി പറയും ചങ്ങഴിയും നാഴിയും കൂടെ കെട്ടി റെഡിയാക്കി തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഡ്രോയിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമായിട്ട് ഒരു ഷോ പീസാക്കി ചെയ്തു തരും. അപ്പം അത് അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ആളുടെ പേരും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് വേണമെന്നവരെ അവരോട് ഓർഡർ ചെയ്യും. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഇത് കണ്ടപ്പം ഒരു തമാശ തോന്നിട്ട് ഞാൻ എടുത്തോണ്ടുന്ന വീഡിയോ ആണ്, പ്രൊമോഷനൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ അവർ പറയുന്ന ഡേറ്റിന് പറയുന്ന രീതിയിൽ ചെയ്തു തരും. അപ്പം അത് വേണമെന്നൊക്കെ അത് ഓർഡർ ചെയ്യാം. പിന്നെ നമുക്കിനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിനും ടാറ്റാ, ബൈ ബൈ.